ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് വീഡിയോ ആണ് ഗൈസ്. നമുക്ക് വഴിയെ കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ സർപ്രൈസ് വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വലിയച്ഛൻ്റെയും വലിയമ്മേൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അതായത് ഇവളുടെ മാമനും മാമിയായിട്ട് വരും. 40 കൊല്ലം ഒരുമിച്ച് ജീവിച്ച് അടിയുണ്ടാക്കി കളിച്ചും തിരിച്ചൊക്കെ ജീവിച്ച് 40 വർഷത്തെ വിവാഹ ജീവിതമായിരുന്നു അവരുടെ. അപ്പോൾ ഞാൻ എന്താ പറയുക, വലിയമ്മ വലിയച്ഛൻ എൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ്. അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ തിരക്കുട്ടി എല്ലാവരും കൂടി ഒരു ചെറിയ കേക്ക് വാങ്ങിയിട്ട് ആഘോഷിക്കാൻ വേണ്ടിയുള്ള പ്ലാനാണ്. ഞാൻ എന്താവും ഞങ്ങൾക്ക് അറിയണ്ട, ഞങ്ങൾ പോയി നോക്കട്ടെ. ഞങ്ങളൊരു ബസ് പറ്റിച്ച് കേസ്. ഞങ്ങൾ വരുന്ന വഴിക്ക് ബസ് കണ്ടിട്ട് ഞങ്ങൾ കയ്യാനിച്ചു. അയാൾ നിർത്താണ്ട് വയ്ക്കാം. എന്തെങ്കിലും ബസ് സ്റ്റോപ്പ് അല്ലാത്തതുകൊണ്ട് അയാൾ നിർത്താണ്ട് പോയി. ബസ് സ്റ്റോപ്പിൽ നമ്മൾ അങ്ങനെ ഞങ്ങൾ ബസ് കയറി കണ്ണാടിക്ക് പോയി ഇറങ്ങി. കാർത്തിക ബേക്കറി പോയിട്ടാട്ടോ കേക്കൊക്കെ വാങ്ങിയത്. വലിയ കേക്കൊന്നുമല്ല, ചെറിയൊരു കേക്ക്. എന്താ പറയുക, ഞങ്ങൾ ബഡ്ജറ്റിൽ എടുക്കുന്നത്. അതിനുശേഷം കേക്ക് വാങ്ങി ഞങ്ങൾ നേരെ ആനിവേഴ്സറി ബാഡ്ജ് വാങ്ങാൻ വേണ്ടി പോയി. ഒരു ഷോപ്പ് കയറിയപ്പോൾ ഷോപ്പിലില്ല. അപ്പോൾ ഞങ്ങൾ അടുത്ത ഷോപ്പ് കയറിയപ്പോൾ അവിടെ എന്തോ ലക്കി ഞങ്ങൾക്ക് കിട്ടി. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ചല്ലെങ്കിലും ഒരു സാധനം ഒപ്പിച്ച്. പിന്നെ ഞങ്ങൾ ബസ് കാത്തുക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിന്ന് കുറച്ച് ഒരു 10 മിനിറ്റ് കാത്തുനിന്നിട്ടാണ് ബസ് വന്നത്. പിന്നെ ബസ് കയറി ഞങ്ങൾ നേരെ ന്യൂ ബസാർ വന്നിറങ്ങി. അവിടെയാണെങ്കിൽ എൻ്റെ ചേച്ചിയും ഓളമ്മയും അനിയത്തിയും കത്തിക്കണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നേരെ വീട്ടിലേക്ക് പോയി. കുറച്ച് നടക്കാണ്ട്. അപ്പോൾ ഞങ്ങളെ വലിയമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ എത്തി. വലിയമ്മ അവിടെ ഇല്ലയെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നീ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണം. വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഞങ്ങൾ 4 ആളെ കൊണ്ടുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങണമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ രീതിയിലുണ്ടാവുള്ളൂ. ഒരു വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കരുത്. അപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിൽ കയറി തരട്ടെ. ഗൈസ്, ഇതാണ് ഗൈസ് വീട്. അപ്പം നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് കേക്ക് ആദ്യം ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. അതാണ് മെയിൻ പരിപാടി. ഞങ്ങൾ മൂഞ്ചി ഗൈസ്. ഡോർ ലോക്കാണ് ഗൈസ്. ഇപ്പം എന്ത് ചെയ്യുന്നു ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. തക്കുലപ്പെട്ട ആദ്യം ഫസ്റ്റ് അതിൻ്റെ ഒന്നും തപ്പിയൊക്കെ പൂച്ചട്ടിയിൽ. ഭാഗ്യണ്ട്, തക്കുല കിട്ടി ഗൈസ്. ഞങ്ങൾ ടെൻഷനായിപ്പോയി. ഞങ്ങൾ നേരെ ടെൻഷൻ അടിച്ച് കേക്ക് വേണ്ട തുറക്ക്. കൊണ്ടക്ക് നേരെ ഫ്രിഡ്ജിനകത്ത് കൊണ്ടക്ക്. ആരില്ല ഗൈസ്. കേക്ക് കൊണ്ടുവച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ ആനിവേഴ്സറി ബാഡ്ജ് വീർപ്പിക്കാൻ പോകുന്ന റൂമിലേക്ക്. അതൊക്കെ വീർപ്പിച്ച് അവിടെ വെച്ച് കുറച്ചൊക്കെ ഞങ്ങൾ വീർപ്പിച്ചിട്ട് അവിടെ ഇല്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ വോയിസ് ഓവർ എടുക്കുന്നത് എൻ്റെ അനിയത്തി കേട്ടോ. അത് പിന്നെ ലാഗാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനത് സ്പീഡ് ഇട്ടിട്ട് വോയിസ് ഓവർ പിന്നെ അതിൻ്റെ ഇടയിൽ കൊടുക്കുന്നത് കേട്ടോ. വോയിസ് പ്രശ്നമുള്ളതുകൊണ്ട് ഞാനത് സ്പീഡ് ഇട്ടതാണ് കേട്ടോ. പിന്നെ വോയിസ് ഓവർ കൊടുത്തത്. പിന്നെ ഞങ്ങളിതൊക്കെ കൂടി എടുത്തിട്ട് താഴത്തേക്ക് പോയിട്ട് ഡെക്കറേഷൻ ചെയ്തതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇനിയൊക്കെ പെട്ടെന്ന് ഇനി ഞങ്ങൾ ചെയ്തത്. വെള്ളിച്ചിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കുക. നമ്മൾ കുടിക്കും. പായസത്തിലേക്ക് ഇടാനുള്ള തേങ്ങ വറുത്തിടുകയും കേട്ടോ ഞാൻ അവിടുന്ന്. അതിൻ്റെ ഇടയിൽ വെളിച്ചെടുത്ത് ഒറിജിനൽ ഗ്യാസുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയും കേട്ടോ. പിന്നെ പായസം റെഡിയായി. മൂഞ്ചി കേസ് ആനിവേഴ്സറി വലിയ മറന്നല്ല, ഞങ്ങൾ സർപ്രൈസ് ഉണ്ടെന്ന് വലിയ മറന്നു കേസ്. വലിയമ്മ നേരെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കേക്ക് ഉണ്ട്. അതേപോലെ തന്നെ കണ്ണട കാപ്പി വന്നപ്പോൾ ആനിവേഴ്സറി എഴുതിയ ഞങ്ങൾ സെറ്റപ്പാക്കി സാധനം കണ്ടു. പിന്നെ കണ്ണട മുട്ടപ്പേണ് വന്നപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാരുള്ള ഒരു കേക്ക് മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് പിന്നെ ഞാനും കൊടുത്ത് അത് കഴിഞ്ഞ് എല്ലാവരും കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അപ്പോൾ അന്നത്തെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് വീഡിയോ കഴിഞ്ഞ് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ കൊത്തിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് വിടണം. അതാണ് പരിപാടി. കുട്ടാപ്പേട്ട അവിടെ വരും. ഇതാണ് ഞങ്ങളെ കുട്ടാപ്പേട്ട. എവിടെ? ഇതാണ് ഞങ്ങളെ കണ്ണേട്ടൻ ഗൈസ്. നിങ്ങളുടെ പേരുണ്ട്. ഇതാണ് ഞങ്ങളെ കുട്ടു. വീട്ടിൽ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ തന്നില്ല കേട്ടോ. പുറത്തുനിന്ന് കുട്ടാപ്പേടെ വാങ്ങി കൊണ്ടുവന്നു. പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതൊക്കെ. പിന്നെ അതും കഴിച്ച് അവിടെ കുത്തിരുന്ന് ഗൈസ് ഫുഡ് കഴിച്ച് ഞങ്ങൾ കുത്തി കഴിഞ്ഞ് പായസം കൂടി കഴിക്കണം. അങ്ങോട്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്ഥലം വിടും. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടും. പായസം തണുക്കാനുള്ള ഒരു വെയിറ്റിങ്ങിന് കേട്ടോ ഞങ്ങൾ കുത്തിരുന്നത്. എൻ്റെ വലിയ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ട്.
രാത്രി ഇനി യാത്രയില്ല. അപ്പൊ ഗൈസ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നേരെ ഇനി വീട്ടിൽ വിടാണ്. സർപ്രൈസ് ഒക്കെ അടിപൊളിയായിട്ട് മൂഞ്ചിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. എന്താ പറയുക, ആനിവേഴ്സറി ഫുഡ് കഴിച്ച് ഞങ്ങൾ നല്ല നേരെ ഇനി വീട്ടിലേക്ക് ആവാട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ വീട്ടിലെത്തി മാറ്റി അവിടെ ഇരിക്കുന്നത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.